എല്ലാവർക്കും വിശ്വസിയാക്കി സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. യെസ്, നമ്മൾ നമ്മുടെ 15ാമത്തെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കഴിഞ്ഞ തവണ നടത്തിയ ചർച്ച നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമെന്ന് കരുതുകയാണ്. അപ്പോൾ ഒന്ന് ഷെയർ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ചർച്ചയിലേക്ക് പ്രവേശിക്കാമെന്ന് കരുതുകയാണ്. എന്തായാലും നമ്മുടെ വിഷയം കഴിഞ്ഞ തവണത്തെ വീടിന് പുറത്ത് ചെയ്യുന്ന ജോലിയിൽ എപ്രകാരം വിവാഹബന്ധത്തെ വളർത്തും എന്നുള്ള വിഷയമായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്. നമ്മുടെ ജോലി, പ്രത്യേകിച്ച് വീടിന് പുറത്ത് ചെയ്യുന്ന ജോലി, കരിയർ, അത് എപ്രകാരം നമ്മുടെ കുടുംബവുമായിട്ട്, നമ്മുടെ വിവാഹ ബന്ധവുമായിട്ട് നമുക്ക് സമന്വയിപ്പിക്കാം, എത്ര മനോഹരമായിട്ടൊരു ജീവിതം നയിക്കാം എന്നുള്ളതായിരുന്നു നമ്മുടെ വിഷയം. അപ്പോൾ നമ്മൾ അതിന് കൺക്ലൂഷനായിട്ട് നമ്മൾ കണ്ടെത്തിയിരുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. ആ ടാസ്ക് നമുക്കൊരു മിഷൻ സ്റ്റേറ്റ്മെന്റ് രൂപീകരിക്കുക എന്നുള്ളതാണ്. പ്രധാനമായിട്ടും നമുക്കറിയാം, ജോലി നമ്മുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്ന ചില മൂല്യങ്ങൾ ആവശ്യമാണ്. എങ്കിൽ മാത്രമാണ് അതിനെ സമന്വയിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ 3 മൂല്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു നമ്മുടെ ടാസ്ക്. നിങ്ങൾ ആരെയും ചെയ്യാൻ പറ്റിയായിരുന്നോ? ജിനോയും ഷിൻസി ഒന്ന് ഷെയർ ചെയ്യാവോ? നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ കണ്ടെത്താൻ പറ്റിയോ? നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട മൂല്യങ്ങൾ. പ്രധാന മൂല്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇപ്പം നമുക്ക് ഈ ഇത് കഴിഞ്ഞത് പിന്നെ നമുക്ക് ഉണ്ടായിരുന്ന ചെറിയ കുറവുകൾ ഉണ്ടായത് നമ്മൾ നികത്താനാണ് ശ്രമിച്ചത്. കാരണം കുറവുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ വൈഫ് പുറത്ത് ജോലിക്ക് പോകുന്നു. അപ്പൊ അവൾ പോകുമ്പോ മിക്കവാറും ദിവസം ടൈം വൈകിയാണ് പോവാറ്. കാരണം 9 മണിക്കൂർ പഞ്ച് ഉണ്ടാവുന്നു. അപ്പൊ ഇവിടുന്ന് 9 മണിയായിട്ട് വീട്ടിൽ നിന്ന് 9 മണിക്ക് ചിലപ്പോ. അപ്പൊ രാവിലെ നമ്മൾ ജോലി ക്രമീകരിച്ച് ചെയ്യുന്ന ജോലികളിൽ അവിടെ കുറച്ച് സഹായിച്ചു കഴിഞ്ഞപ്പോ, അല്ലെങ്കിൽ ഞാനും ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോ ഇപ്പൊ കറക്റ്റ് ടൈമിന് മിക്കവാറും എത്തിച്ചേരാൻ പറ്റുന്നുണ്ട്. അത് അങ്ങനെ നമ്മൾ ജോലിയിൽ ഇത് ചെയ്തു. പിന്നെ നമ്മള് ശരിക്കും ഞാൻ ചെയ്യുന്ന ജോലിയിൽ എന്നെ വൈകിട്ട് വന്ന് അവൾ സഹായിക്കാറുണ്ട്. അപ്പൊ അത് രണ്ടാമതായിട്ട് അപ്പൊ അങ്ങനെ അത് ആദ്യം ഉണ്ടായതാണ്. പക്ഷെ ഇപ്പൊ ഇത്രയും കൂടുതലായിട്ട് ഈ രാവിലെ ജോലി ചെയ്ത് തന്നെ നമുക്ക് അന്നത്തെ ദിവസത്തെ ഫുള്ളായിട്ടുള്ള ഭക്ഷണമൊക്കെ നമുക്ക് ചെയ്ത് വെച്ചുകൊണ്ട് പോകാൻ പറ്റും. അത് വൈകിട്ട് ഇതിൽ നേരത്തെ വന്ന് തന്നെ സഹായിക്കാനുള്ളത് പറ്റുന്നുണ്ട്. അപ്പൊ നേരത്തെ അവരോടുകൂടി തന്നെ നേരത്തെ വീട്ടിൽ എത്തിച്ചേരാൻ പറ്റുന്നുണ്ട് രാത്രിയൊക്കെ ആയാലേ. അല്ലെങ്കിൽ രാത്രി ഇത്തിരി വൈകിയാണ് വരാറ്. അങ്ങനെ അപ്പൊ പരസ്പരം നമുക്ക് ജോലികളിൽ സഹായിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞൊരു മാസം അല്ലേ? ഓക്കെ, വെരി ഗുഡ്. മറ്റുള്ളവർക്ക് അങ്ങനെ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? മറ്റുള്ളവരുടെ അഭിപ്രായം എങ്ങനെയാ? ഞങ്ങളത് പ്രാവർത്തികമാക്കാനായിട്ട് നോക്കി. ജോലിയുടെ അടുക്കളയിൽ നിൽക്കുന്ന സമയത്തൊക്കെ ഞങ്ങള് പരമാവധി ജോലി സ്ഥലത്തെയും കുടുംബകാര്യങ്ങളും കൂടി ചർച്ച ചെയ്യാനായിട്ട് ശ്രമിച്ചു. പിന്നെ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് മകളുമായിട്ട് ഒന്നിച്ച് ഫോണിലൂടെ ഞങ്ങള് ഫാമിലി അവറായി ഒരു ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, വെരി ഗുഡ്. ഒരുമിച്ചുള്ള ഒരു സമയം ബോധപൂർവം തന്നെ കണ്ടെത്തി അല്ലേ? ഓക്കെ, വെരി ഗുഡ്. കൊള്ളാം. എന്നിട്ട് കുറച്ചുകൂടി ബെറ്റർ ആയോ റിലേഷൻഷിപ്പ്? സക്സസ് ആയിട്ടുണ്ട്. ഓക്കെ, കൊള്ളാം. മറ്റേ ഷാജിയുടെ അഭിപ്രായം തന്നെയാണല്ലോ അല്ലേ? പറയുന്നതിനെ യോജിക്കുന്നു. ഓക്കെ, ഫൈൻ, ഗുഡ്. ഡോൺ നിഷ എന്തോ പറയാൻ വന്നിരുന്നല്ലോ, എന്തായിരിക്കും നിങ്ങൾക്ക് പറയാനുള്ളത്? ഞങ്ങള് മൂല്യങ്ങൾ ഒരു 3 കണ്ടുപിടിച്ച് നമ്മുടെ ബെഡ്റൂമിന്റെ ഡോറിന്റെ ബാക്കിൽ എഴുതി വെച്ചേക്കാണ്. അപ്പൊ ഡോർ അടച്ചാൽ അത് കാണും. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട 3 മൂല്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, പരസ്പര പൂരകങ്ങളായിട്ട് നമ്മൾ ഒരു കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. എന്റെ കുറവ് അവൾ നികത്താൻ, അവളുടെ കുറവ് ഞാൻ നികത്താന്നുള്ള രീതി. അതിനുവേണ്ടിയാണ് നമ്മൾ വിവാഹ ജീവിതം തിരഞ്ഞെടുക്കുന്നത്. രണ്ടാമത്തെ കാര്യം, പരസ്പരം കെയർ ചെയ്യുക കൂടുതലായിട്ട്. അതായത് ഇപ്പോ ഒരാള് വിഷമിച്ചിരിക്കുന്ന സന്ദർഭമാണെങ്കിൽ അതല്ലെങ്കിലും നമ്മൾ കൂടുതലായി കെയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം. അതുപോലെ ഇപ്പൊ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും സമൂഹത്തിന് വേണ്ടിയിട്ട്. അപ്പൊ അത് രണ്ടുപേരും കൂടെ കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനത്തിലൂടെ സമൂഹത്തിനൊരു നന്മ ചെയ്യാവുന്ന രീതിയിലേക്ക് അത് 3 ഞങ്ങള് പറഞ്ഞ പോലെ കൂടുതൽ ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത്. ഇപ്പൊ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോ നൈറ്റ് ഞാൻ വരുമ്പോ ആളെ കൂടി ചിലപ്പോ പുറത്തേക്ക് പോകും. സിറ്റുവേഷൻ കൂടി. ഓക്കെ, നമ്മുടെ ലോജി ആൻഡ് മിനി, നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളോട് പങ്കുവെക്കാനുണ്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ കഴിഞ്ഞൊരു മാസം? അതെ ഞാൻ കുഴപ്പമില്ല, നന്നായിരുന്നു. പിന്നെ ഞങ്ങള് ജോലികളൊക്കെ പരസ്പരം ഷെയർ ചെയ്തു. അപ്പം പഴയതിനേക്കാളും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പഴയതിനേക്കാൾ സ്നേഹം കൂടിയോ കഴിഞ്ഞൊരു മാസം കൊണ്ട്? അതെ, കൂടുതൽ പരസ്പരം കുറെ
പിന്നെ ഷെയർ ചെയ്ത പോലെ കുറെ കെയർ ചെയ്യാനും പറ്റുന്നുണ്ട്. പിന്നെ ഇതൊക്കെ പിന്നെ ഓക്കെ അങ്ങനെ പിന്നെ പരസ്പരം പിന്നെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്യുകയോ അതെ അല്ലേ ടെൻഷൻ ഷെയർ ചെയ്യുകയോ ഇതൊക്കെ ഓ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. മിനിയെ കാണാനില്ല. മിനി അവിടെ ഉണ്ടല്ലേ. ഓക്കെ ഫൈൻ, ഗുഡ് ഗുഡ് ഗുഡ്. ഓക്കെ ഫൈൻ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കഴിഞ്ഞ നാളത്തെ ചർച്ചയിൽ വെളിച്ചത്തിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ചെയ്തവർക്ക് പ്രത്യേകമായുള്ള അഭിനന്ദനങ്ങൾ. നമ്മൾ ഇന്ന് പുതിയ വിഷയത്തിലേക്ക് കടക്കുകയാണ്. പുതിയ വിഷയം എന്ന് പറയുന്നത് വളരെ രസകരമായ ഒരു വിഷയമാണ്. ബന്ധങ്ങളെ നന്നായിട്ട് പരിപോഷിപ്പിക്കാൻ കഴിയുന്ന നല്ല സാധ്യതയുള്ള ഒരു വിഷയമാണ്. ശരിക്കും ഈ വിവാഹബന്ധം വളരാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വ്യത്യസ്തതകളെ സമന്വയിപ്പിക്കാൻ ഒരു വശമില്ല, അല്ലേ? നിങ്ങൾ രണ്ടുപേരും രണ്ട് ടൈപ്പ് അല്ലേ? അതെ. ഭാര്യ ഭർത്താക്കന്മാര് ഒരുപോലെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഒരു അടയാളം കാണിക്കാൻ. ഒരുപോലെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കഴിയാൻ. എന്തെങ്കിലും രണ്ടുപേരും ഒരുപോലെ ഒരേ മനസ്സ് മനസ്സിലാവുന്നതോ? രണ്ടുപേർക്കും ഒരേ മാനസിക നില, ഒരേ ടെമ്പറമെന്റ്, ഒരേ ഭാവം, അല്ലെ? ഒരേ ശീലങ്ങൾ, ഒരേ മൂല്യങ്ങൾ, ഒരേ പ്രതീക്ഷകൾ ഉണ്ടോ? ഉള്ളവരൊന്ന് കൈ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഗ്രൂപ്പിൽ എന്തെങ്കിലും ഒന്ന് കൈ ഇടാമോ? ഇല്ലേ? ഇല്ല. ആഹാ. നിങ്ങൾ ഇത്രയും നാൾ ഒരുമിച്ച് ജീവിച്ചു വന്നപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലായി തുടങ്ങിയില്ലേ? കല്യാണം കഴിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്ക് പെർഫെക്റ്റ് സ്യൂട്ടബിൾ ആയ ഒരാളാണെന്ന് വിചാരിച്ചു. കുറച്ച് വ്യത്യാസമൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല. പ്രതീക്ഷകളിലുള്ള വ്യത്യാസം, മൂല്യങ്ങളിലുള്ള വ്യത്യാസം, അതുപോലെ തന്നെ ശീലങ്ങളിലുള്ള വ്യത്യാസം, അല്ലേ? ചിലർക്ക് എന്താ പറയുക, ഭാവിയെ കുറിച്ചാണ് കൂടുതൽ ചിന്ത, ചിലർക്ക് പഴയതിനെ കുറിച്ച് കൂടുതൽ ചിന്ത, അല്ലേ? ചിലർക്ക് എന്തൊരു വേഗതയാണ്, ചിലർക്ക് എന്തൊരു വേഗത കുറവാണ്, ചിലർക്ക് ഏത് കാര്യത്തിലും ആത്മവിശ്വാസമാണ്, ചിലർക്ക് ചെറിയ കാര്യത്തിൽ പോലും ഉത്കണ്ഠയാണ്, അല്ലേ? ചിലർ വളരെ പ്ലാൻഡ് ആണ്, സിസ്റ്റമാറ്റിക് ആണ്, ചിലർക്ക് ഒരു സിസ്റ്റവും ഇല്ല. അപ്പൊ വന്നത് അപ്പൊ ചമ്മന്തി, അങ്ങനെ, അല്ലേ? ചിലർ സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ അച്ചടക്കമുള്ളവരാണ്, ചിലർക്ക് ഒരു അച്ചടക്കമില്ല. ചിലർ അപ്പനമ്മയുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധയാണ്, പക്ഷെ ചിലർക്ക് ഒരു ശ്രദ്ധയില്ല. ഇതുപോലെ തന്നെ പിള്ളേരുടെ കാര്യത്തിൽ ഇങ്ങനെ പല കാര്യങ്ങളിലും വ്യത്യസ്തരാണ് ദമ്പതികൾ എന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ, അല്ലേ? അതിനകത്ത് ആർക്കും സംശയമില്ലല്ലോ. ഓക്കെ. ഇല്ല. ഈ വ്യത്യസ്തതകൾ പലപ്പോഴും കുടുംബജീവിതത്തെ അസ്വസ്ഥമാക്കും. കാരണം എന്താണെന്നറിയാമോ? ഈ പൊതുവെ നമുക്ക് എല്ലാവർക്കും ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്ന പോലെ നമ്മുടെ നല്ല ശീലങ്ങൾ മറ്റുള്ളവർക്ക് നല്ല ശീലമായിട്ട് വേണ്ടേ? നമുക്ക് നല്ലൊരു ശീലമാണ് ഒരു സാധനം എടുത്തോട്ട് വെക്കും, നല്ലൊരു ശീലമല്ലേ? അത് എൻ്റെ ജീവിത പങ്കാളിക്കും ആ ശീലമുള്ളത് നല്ലതല്ലേ? അല്ലേ? അല്ലേ? എനിക്ക് നല്ല വൃത്തിയുള്ള ആളാണ്. ഒരു കാര്യം കണ്ട ഞാനപ്പോൾ വാഷ്റൂമിൽ പോയിട്ട് വന്നാൽ നല്ല ക്ലീൻ ആയിട്ട് വരുള്ളൂ. അത് നല്ല ശീലമാണ് അത്. മനസ്സിലാകുന്നല്ലോ. അപ്പൊ എൻ്റെ ജീവിത പങ്കാളിക്ക് ആ നല്ല ശീലം വേണ്ടേ? ഇങ്ങനെ നമുക്കുള്ള നല്ല ശീലങ്ങളൊക്കെ ജീവിത പങ്കാളിക്കും വേണമെന്ന് നമ്മൾ അറിയാതെ ആഗ്രഹിച്ച് പോകും. സ്വാഭാവികമാണല്ലോ. അതിനകത്ത് തെറ്റൊന്നുമില്ല. ആഗ്രഹിച്ചു പോകും. അതുപോലെ നമുക്കുള്ള മൂല്യങ്ങൾ, ചില നല്ല മൂല്യങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുന്ന ഒരാളല്ല. പക്ഷെ നമ്മുടെ ജീവിത പങ്കാളി അങ്ങനെയല്ല. ഇടയ്ക്ക് ഇരുന്നുകൊണ്ട് മറ്റുള്ളവരെ കുറ്റം പറയും. പ്രത്യേകിച്ച് നമ്മുടെ അനിയന്റെ കാര്യം, അനിയത്തിയുടെ കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമുക്കത് ഇഷ്ടപ്പെടില്ല. എനിക്കുള്ള നല്ലൊരു മൂല്യം നിനക്കുണ്ടായ എന്താ കുഴപ്പം? നല്ല കാര്യമല്ലേ അത്? അല്ലേ? എനിക്ക് അത് എൻ്റെതായ ചില എന്താ പറയുക മാനസിക നിലയൊക്കെ ഉണ്ട്. മാനസിക നില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഓൾവേസ് ഹാപ്പി. അപ്പൊ എൻ്റെ കൂടെയുള്ള ആൾക്കുമ്പോൾ എപ്പോഴും ഹാപ്പി ആയിരുന്നു എന്താ കുഴപ്പം? ഇത് എന്തിനിങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ വല്ലാതിരിക്കുന്നു? ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു എഴുതിയിട്ട് ഇപ്പൊ അതിനെക്കുറിച്ച് എപ്പോഴും വേവലാതിപ്പെട്ടിരിക്കുന്ന കാര്യമുണ്ടോ? ഇങ്ങനെ നമുക്കുള്ള കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളൊക്കെ മറ്റാർക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഒരു തോന്നൽ നമുക്ക് വരും. എന്നിട്ട് ആ തോന്നൽ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അയാളെ നല്ലതാക്കാനുള്ള ഒരു പരിശ്രമം നടത്തും, അല്ലേ? ശരിയല്ലേ? നമ്മുടെ നല്ല ശീലങ്ങൾ അങ്ങോട്ടേക്ക് കൊടുക്കാനുള്ള ഒരു പരിശ്രമം നമ്മൾ നടത്തൂലോ. നമ്മൾ വേഗത്തിൽ കാര്യം ചെയ്യുന്ന ഒരാളാവുമ്പോൾ സ്വാഭാവികമായിട്ട് അയാളുടെ ജീവിത പങ്കാളിയെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. വേഗത്തിൽ ചെയ്യണോട്ടോ, വേഗത്തിൽ ചെയ്യണോട്ടോ, വേഗത്തിൽ ചെയ്യണോട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ സമയത്ത് ചെയ്യണോട്ടോ, സമയത്ത് ചെയ്യണോട്ടോ, ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. മാറ്റം വരുമോ? സാധ്യത എങ്ങനെയാ? മാറ്റം വരുമോ പറഞ്ഞതുകൊണ്ട്? മാറ്റത്തിനുള്ള സാധ്യത പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഉണ്ടാവില്ല. ചെറുതൊക്കെ മാറും കേട്ടോ. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ നമ്മുടെ അനുസരിച്ച് അത് വരുന്നില്ലെന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് അസ്വസ്ഥം എന്ന് പറഞ്ഞു. നമ്മൾ എത്ര വട്ടം പറഞ്ഞു മനസ്സിലാക്കാനില്ല. അത് മനസ്സിലാക്കാനുള്ള ശേഷിയില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിചാരിച്ചു കളയും അത് എന്നെ അംഗീകരിക്കാത്തൊരു സൂചനയാണ്. ഞാൻ ഒരു നല്ല കാര്യം എത്ര നാളായി നിന്നോട് പറയും, എത്ര നാളായി ഒരു കാര്യം ചെയ്യുമ്പോൾ ഭംഗിയായി ചെയ്യണമെന്ന്.
വൃത്തിയായി ചെയ്യണമെന്ന്. ഞാൻ എത്ര വട്ടം കാണിച്ചു തന്നു, എന്നിട്ട് നീ ചെയ്യുന്നില്ലല്ലോ. അതിന്റെ അർത്ഥം നിനക്ക് എന്നോട് വലിയ താല്പര്യം ഇല്ലെന്നാണ്. അങ്ങനെയൊക്കെ ചത്ത് ചിന്തിച്ചോളെ. അതോടുകൂടെ പ്രശ്നങ്ങൾ ആരംഭിച്ചു. പിന്നെ ബന്ധങ്ങൾ വഷളാവാനുള്ള സാധ്യത കൂടുതലാണ്. ശരിക്കും നല്ലൊരു വിവാഹ ബന്ധത്തിന് വേണ്ട കഴിവെന്ന് പറയുന്നത് വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസങ്ങളെ ആരോഗ്യകരമായിട്ട് സമന്വയിപ്പിക്കുക എന്നുള്ളതാണ്. അതൊരു ആഘോഷമാക്കി മാറ്റുക എന്നുള്ളതാണ്. അതിനുള്ള ഒരു 7 ടിപ്സാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് അവതരിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. 7 കാര്യങ്ങൾ ചെയ്താലല്ലോ നിങ്ങളുടെ ബന്ധം, നിങ്ങൾ തമ്മിലുള്ള വ്യത്യസ്തതകളെ അതിജീവിക്കും. അതൊരു ആഘോഷമാക്കി മാറ്റാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും എൻ്റെ പഠനത്തിൽ നിന്നും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വ്യത്യസ്തതകൾ നാച്ചുറലാണ്. നമ്മൾ വ്യത്യസ്തരാണ് എന്ന് അംഗീകരിക്കലാണ് ആദ്യത്തെ പണി. വി ആർ ഡിഫറെന്റ് അല്ലേ? സ്വാഭാവികമായിട്ട് ശരിയല്ലല്ലോ. എന്റെ ജീവിത പങ്കാളി ഞാൻ ഉൾക്കൊള്ളുന്ന ഒരു മൂല്യം ഉൾക്കൊള്ളുന്നില്ല എന്ന് കരുതി അയാൾ എൻ്റെ ശത്രുവാണോ? എനിക്ക് അയാൾ ഭീഷണിയാണോ? ഒന്നുമല്ല. അയാൾ എന്നിൽ നിന്ന് വ്യത്യസ്തയാണ്, അല്ലെങ്കിൽ വ്യത്യസ്തനാണ്, അത്രേ ഉള്ളൂ അല്ലേ? ഇപ്പൊ ഞാൻ ഒരു കാര്യം വൃത്തിയായിട്ട് ചെയ്യുന്ന ഒരാളാണ്, പക്ഷെ എൻ്റെ കൂടെയുള്ള ഒരാൾ അങ്ങനെ വൃത്തിയായിട്ട് ചെയ്യുന്ന ആളല്ല എന്ന് കരുതിയിട്ട് അയാൾ എനിക്കൊരു ഭീഷണിയല്ല എന്ന് തിരിച്ചറിയലാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതായത് നമ്മൾ വ്യത്യസ്തരാണ്, അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അത് നമ്മൾ അംഗീകരിക്കുന്ന ഒരു അനുഭവമാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. ശരിക്കും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എൻ്റെ മുമ്പിലിരിക്കുന്ന ദമ്പതികൾ, നിങ്ങൾ ഇത്രയും നാൾ ഒരുമിച്ച് ജീവിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടെത്തിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാമോ? ഇത്രയും നാൾ ഒരുമിച്ച് ജീവിച്ചപ്പോൾ നിങ്ങൾ എന്താ പറയുക, പരസ്പരം പ്രതീക്ഷകൾ വെച്ച് പുലർത്തിയിട്ടുണ്ട്, മൂല്യങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ടല്ലോ, ശീലങ്ങളുണ്ട്. അതിനകത്ത് നിങ്ങൾ തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം, ഒരാൾ ആപ്പിളാണെങ്കിൽ മറ്റേ ആൾ പൈനാപ്പിൾ ആവണ വിധത്തിലുള്ള വ്യത്യാസം ഒരെണ്ണം ഒന്ന് ഓർത്തിട്ട് നമുക്കിപ്പോൾ ചെയ്തു പോകാം. കിട്ടിയോ? ഒരെണ്ണം. ഈ വ്യത്യാസം സ്വാഭാവികമാണെന്ന് നമ്മുടെ മനസ്സിനോട് പറഞ്ഞാലോ, ഇറ്റ് ഇസ് നാച്ചുറൽ. ഈ വ്യത്യാസം ഉള്ളതുകൊണ്ട് ഇയാൾ എൻ്റെ ശത്രുവല്ല, ഇയാൾ എനിക്കൊരു ഭീഷണിയല്ല, ഓക്കെ എന്ന് നമ്മുടെ മനസ്സിനോട് പറയാൻ പറ്റുമോ? എന്നെ പോലെ വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ എൻ്റെ കൂടെയുള്ള ആൾക്ക് വൈഭവം ഇല്ല. അതുകൊണ്ട് അയാൾ എനിക്കെതിരാണ്, അയാൾ എനിക്കൊരു ഭീഷണിയാണ്, അയാൾ എൻ്റെ ശത്രുവാണ് എന്ന അർത്ഥമില്ലല്ലോ. അയാൾ എന്നിൽ നിന്ന് വ്യത്യസ്തനാണ്, അല്ലെങ്കിൽ വ്യത്യസ്തയാണ്, അത് അംഗീകരിച്ചാൽ പോരെ. ഓക്കെ, അപ്പോ വ്യത്യസ്തത അല്ലെങ്കിൽ ഡിഫറൻസ് ഈസ് നാച്ചുറൽ, മനുഷ്യർക്ക് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഒരു ഗാർഡനിൽ എല്ലാ പൂക്കളും ഒരുപോലെ അല്ലല്ലോ, എല്ലാ പഴവർഗ്ഗങ്ങളും ഒരുപോലെ അല്ലല്ലോ, എല്ലാ സൃഷ്ടിജാലങ്ങളും ഒരുപോലെ അല്ലല്ലോ. എന്തിനു പറയേണ്ടു, നമ്മൾ ആണും പെണ്ണും ആയതുകൊണ്ട് തന്നെ ഒരുപോലെ അല്ലല്ലോ. അപ്പൊ ഈ ഒരുപോലെ ആവുന്നതാണ് ശരി എന്ന് കരുതണ്ട. വ്യത്യസ്തരാകുന്നത് സ്വാഭാവികമാണ്, അത് അംഗീകരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്നത്, അയ്യോ എന്നെ പോലെ അവൾ പെരുമാറിയിരുന്നെങ്കിൽ നമുക്ക് ആ നേട്ടം കൈവരിക്കാമായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് എത്ര ഭംഗിയായിട്ട് ജീവിക്കാമായിരുന്നു എന്നൊക്കെയാണ്. അത് ശരി തന്നെയായിരിക്കാം, പക്ഷെ അതിനകത്ത് കാര്യമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ ജീവിത പങ്കാളി ഇൻ റിയാലിറ്റി യഥാർത്ഥത്തിൽ വ്യത്യസ്തനാണ്. കാരണം ഞാൻ വളർന്നു വന്ന സാഹചര്യത്തിലല്ല അവർ വളർന്നു വന്നത്, എൻ്റെ ഹിസ്റ്ററി അല്ല അവരുടെ ഹിസ്റ്ററി, എൻ്റെ പേരൻസ് അല്ല അവരുടെ പേരൻസ്, എനിക്ക് കിട്ടിയ എൻവയറമെന്റ് അല്ല അവരുടെ എൻവയറമെന്റ്, എൻ്റെ ശരീരമല്ല അവരുടെ ശരീരം, എൻ്റെ ജനറ്റിക്സ് അല്ല അവരുടെ ജനറ്റിക്സ്, എൻ്റെ ഹോർമോണൽ വ്യവസ്ഥയല്ല അവരുടെ ഹോർമോണൽ വ്യവസ്ഥ, എൻ്റെ നാഡി വ്യവസ്ഥയല്ല അവരുടെ നാഡീ വ്യവസ്ഥ. എല്ലാം വ്യത്യാസമാണെന്ന്. എന്തിനു പറയുന്നത്, ഈ ബ്രെയിനകത്ത് തന്നെ കുറേയേറെ വ്യത്യാസങ്ങളുണ്ടാവും. ആണും പെണ്ണും തമ്മിൽ കുറേയേറെ വ്യത്യാസങ്ങളുണ്ട്. വ്യത്യസ്തത സ്വാഭാവികമാണ്. ഓക്കെ, അക്സെപ്റ്റ്, അക്നോളജ്. അതുകൊണ്ട് ഇയാൾ എൻ്റെ ശത്രുവല്ല എന്ന് നമ്മുടെ മനസ്സിനോട് ആവർത്തിച്ച് പറയുക. ഇറ്റ്സ് ഡിഫറെന്റ് ബട്ട് നോട്ട് an enemy or a threat to me. നമ്പർ 1. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? ഇത് പ്രാക്ടീസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാര്യമല്ലേ? നമ്മുടെ മനസ്സിനോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം,
എൻ്റെ ജീവിത പങ്കാളി എന്നിൽ നിന്ന് വ്യത്യസ്തനാണ് അല്ലെങ്കിൽ വ്യത്യസ്തയാണ്, പക്ഷെ എൻ്റെ ശത്രുവല്ല, എനിക്കൊരു ഭീഷണിയല്ല. ഓക്കെ, നമ്പർ 1. നമ്പർ 2, ശരിക്കും ഈ വ്യത്യസ്തരായിരിക്കുന്നതല്ലേ നല്ലത്? അല്ലേ? ഒരുപോലെ ആയിരിക്കുന്നതാണോ വ്യത്യസ്തരായിരിക്കുന്നതാണോ ഗുണകരം? ഒന്ന് ആലോചിച്ച് ശരിക്കും. വ്യത്യസ്തരായിരുന്നു വ്യത്യസ്തരായാൽ എന്താ ഗുണം തോന്നേ? വ്യത്യസ്തമായ കഴിവുകൾ പ്രകടിപ്പിക്കാം. വ്യത്യസ്തമായ കഴിവുകൾ നമുക്ക് പ്രകടിപ്പിക്കാം, ശരിയല്ലേ? പിന്നെ ഈഗോ അധികം ഉണ്ടാവില്ല. ഏതാ? ഈഗോ ഉണ്ടാവില്ല. ഈഗോ ഈഗോ ഉണ്ടാവില്ല. ശരിക്കും ഈ വ്യത്യസ്തത നല്ലതെന്ന് പറയാനായിട്ട് 3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്താ പറയുന്നത്, ഈ 2 പേരും വ്യത്യസ്തരാണെങ്കിൽ ഒരു ബാലൻസ് ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങളുടെ വീട്ടിൽ 2 പേരും ഒരുപോലെ സംസാരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ മക്കളുടെ അവസ്ഥ എന്തായി? ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കി. 2 പേരും ആ കൂട്ടൂലെന്ന് ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇത് ആരെയും കേൾക്കാൻ വേണ്ടേ? അപ്പൊ ഒരാൾ നല്ല കേൾവിക്കാരനും മറ്റേയാൾ നല്ല സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ എങ്ങനെയുണ്ട്? നല്ലല്ലേ? ഇപ്പൊ ചിലർ നിങ്ങൾ സംസാരിച്ചാൽ കണ്ടിട്ടില്ലേ, അവർക്ക് കേൾക്കാൻ ഒരു താല്പര്യമില്ല, സംസാരിച്ചുകൊണ്ടിരിക്കാൻ തന്നെയാണ് താല്പര്യം. 2 പേർക്ക് ഇതുപോലത്തെ താല്പര്യമാണെങ്കിലോ എന്റെ ദൈവമേ, നമ്മുടെ കുടുംബജീവിതം വളരെ അസ്വസ്ഥമാണ്, അല്ലെ? കേൾക്കാൻ പിള്ളേരെ വിളിച്ചിരുത്തേണ്ട വരും. പിള്ളേർക്ക് പഠിക്കാനൊക്കെ ഇല്ലേ, അവർ കുറച്ചാളുമ്പോൾ മടുത്തിട്ട് എഴുന്നേറ്റ് പോകും. അപ്പൊ അതെ, ഒരാൾ കേൾവിക്കാരൻ, മറ്റേ ആൾ സംസാരിക്കുന്ന ആൾ. കൊള്ളാം അല്ലേ? നല്ലൊരു ബാലൻസ് 2 പേരും തമ്മിലുണ്ടാവും. ഇതുകൊണ്ടാണ് ഒന്നാമത്തേതായി നമ്മൾ പറയുന്നത് ഈ വ്യത്യസ്തത പൂരകങ്ങളാണ്. ഓക്കെ, നമ്പർ 1. നമ്പർ 2, ശരിക്കും നമ്മൾ വ്യത്യസ്തരായതുകൊണ്ടല്ലേ ആകർഷിക്കപ്പെട്ടത്. ഈ സജാതീയ ധ്രുവങ്ങൾ തമ്മിൽ വികസിക്കും, വിജാതീയ ധ്രുവങ്ങൾ തമ്മിൽ ഓക്കെ, ശരി, ഫൈൻ, ഗുഡ്. അപ്പോ യഥാർത്ഥത്തില് 2 പേരും വ്യത്യസ്തരാകുന്നതിനകത്ത് ഒരു ആകർഷണമുണ്ട്. നമ്മുടെ മനസ്സിലെ ചിന്ത മാത്രം കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, വ്യത്യസ്തത ഭീഷണിയാന്ന് പറഞ്ഞാൽ ആകർഷണമില്ല. ഇപ്പൊ നിങ്ങൾ ആണും പെണ്ണായതുകൊണ്ടല്ലേ ആകർഷണം വന്നത്. ഇത് 2ഉം പുരുഷനായിരുന്നെങ്കിൽ ഇതുപോലെ ആകർഷണം ഉണ്ടാവുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ശരീരത്തിൽ തന്നെ വ്യത്യാസം, മനസ്സിൽ തന്നെ വ്യത്യാസം, മാനസിക നിലയിൽ തന്നെ വ്യത്യാസം, മൂല്യങ്ങളിൽ വ്യത്യാസം. ശരിക്കും അതുകൊണ്ടാണ് ശരിക്കും നിങ്ങൾ അടുത്തത്, അതുകൊണ്ടാണ് ഇഷ്ടം ആദ്യം വന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ആകർഷണത്തിന് വ്യത്യസ്തത നല്ലതാണ്. ഓക്കെ, അപ്പൊ 2ാമത്തെ കാരണമായില്ലേ. 3ാമത്തെ കാരണം, ശരിക്കും വ്യത്യസ്തരായിരിക്കുമ്പോഴല്ലേ ക്രിയേറ്റിവിറ്റി ഉള്ളൂ. ഇപ്പൊ 2 പേരും ഹൈഡ്രജൻ ആണെങ്കിൽ പിള്ളേരുണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 2 പേരും ഹൈഡ്രജൻ ആണെങ്കിൽ കുറച്ച് കൂടുതൽ ഹൈഡ്രജനേ ഉണ്ടാവുള്ളൂ. ന്യൂ ലൈഫ് ഉണ്ടാവില്ല, പുതിയതുണ്ടാവില്ല. പുതിയത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ വ്യത്യസ്തരായിരിക്കണം, അല്ലെ? ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ എന്തുണ്ടാവും? ജലം ഉണ്ടാവും, ഒരു പ്രത്യേക അനുപാതത്തിൽ, H2O. കേട്ടിട്ടില്ലേ? ശരിയല്ലേ? ശരിക്കും നിങ്ങൾ തമ്മിൽ വ്യത്യസ്തരായതുകൊണ്ടാണ് ജന്മങ്ങൾ ഉണ്ടാവുന്നത്, പുതുമ ഉണ്ടാവണത്, പുതിയത് വരുന്നത് അതുകൊണ്ടാണെന്ന്. 2 പേരും ഒരുപോലെ ചിന്തിക്കുന്നു, 2 പേരും ഒരുപോലെ പ്രവർത്തിക്കുന്നു, 2 പേരും ഒരുപോലെ പ്രതീക്ഷിക്കുന്നു. എന്ത് ലൈഫ് ബോറിംഗ് ആയിരിക്കും. സോ നോവൽറ്റി, ക്രിയേറ്റിവിറ്റി, ഇതെല്ലാം വ്യത്യസ്തതകൾ ഉണ്ടാവുമ്പോഴാണ് വരുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ വ്യത്യസ്തതകളെ പൂരകങ്ങളായിട്ട് കാണാൻ പറ്റും. ശരിക്കും ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ ഇത്രയും നാൾ ഒരുമിച്ച് ജീവിച്ചിട്ട് നിങ്ങളുടെ വ്യത്യസ്തത കാരണം നിങ്ങൾ പിന്തുണയ്ക്കപ്പെട്ട ഒരനുഭവം ഒന്ന് ഓർത്തെടുക്കാമോ? ഐ മീൻ ഒരു കാര്യം. നിങ്ങൾ തമ്മിൽ വ്യത്യസ്തരാണ്, പക്ഷെ നിങ്ങളുടെ വ്യത്യസ്തത നിങ്ങൾക്ക് ചില സമയത്ത് ഒരു എൻറിച്ചിങ് ആയി തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ഒത്തിരി സംസാരിക്കുന്ന ഒരാളാണ്, എൻ്റെ ഭാര്യ നല്ല കേൾവിയുള്ള ഒരാളാണ്. വ്യത്യസ്തരാണല്ലോ, പക്ഷെ അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന ഒരു ഫീൽ എനിക്കുണ്ട്. സോ ദ ഡിഫറൻസ് ഇൻ മൈ പാർട്ട്ണർ ഹാസ് എൻറിച്ച്ഡ് മൈ ലൈഫ്. എല്ലാം ആവണമെന്നില്ല കേട്ടോ, എന്നാൽ ആയത് എന്തെങ്കിലും ഉണ്ടാവില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി.
പരസ്പര പൂരകങ്ങളായി വർത്തിച്ച എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കി. കഴിഞ്ഞ ദിവസം ഞാനൊരു വിവാഹത്തിന്റെ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുത്തപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അവർ പറഞ്ഞത്, എനിക്ക് ഭയങ്കര ഉത്കണ്ഠ എന്ന് പറഞ്ഞാൽ ആൻസൈറ്റി. ചെറിയൊരു പ്രോബ്ലം വരുമ്പോഴേക്കും ഞാൻ ആകെ പെർപ്ലക്സ്ഡ് ആകും, ഞാൻ ആകെ അസ്വസ്ഥമാകും. പക്ഷെ എൻ്റെ ഭാര്യയ്ക്കാണെങ്കിൽ നല്ല ധൈര്യമാണ്. അപ്പൊ അവള് വന്നിട്ട് എന്നെ ധൈര്യപ്പെടുത്തും. അപ്പൊ എൻ്റെ ഉത്കണ്ഠ കുറയും. അതിന് പറയുന്ന പേരാണ് പൂരകത്വം. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടോ എന്നൊക്കെ, ഏതെങ്കിലും ഒരു വ്യത്യാസത്തിൽ അങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് പറയാമോ? അച്ഛാ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വ്യത്യാസമുണ്ട്, പക്ഷെ അത് പൂരകങ്ങളാണെന്നൊന്നും അങ്ങനെ പറയാൻ തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാമോ? ഞങ്ങളുടെ ജീവിതത്തിലെ വലിയ അപകട സാഹചര്യങ്ങളിൽ നിന്ന് ചേട്ടൻ 2 നിലയുടെ മുകളിൽ നിന്ന് വീണ സമയത്ത് കൂടെ നിന്ന് ഞാൻ കർത്താവ് ശരീരത്തിൽ തൊടും, ചേട്ടൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഒരു ധൈര്യം ഞങ്ങൾക്ക് എങ്ങനെയോ കിട്ടി. ദൈവത്തിനെ ആശ്രയിക്കാനുള്ള ഒരു ധൈര്യം ആ സമയത്ത് കിട്ടി. വിശ്വസിച്ചു. ഞങ്ങളുടെ ജീവിതത്തില് ഞങ്ങൾ തകരാണ്ട് ആ സമയങ്ങളിൽ ഒന്നിച്ചു നിന്ന്, ചേട്ടനൊന്നും എഴുന്നേക്കാനൊന്നും സാധിക്കില്ലായിരുന്നു, പക്ഷെ മനസ്സുകൊണ്ട് ഞങ്ങൾ ഒന്നായി നിന്ന് ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോയി. അത് ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും ഞങ്ങൾ തളരാത്ത മനസ്സോടുകൂടി പരസ്പരം ആശ്വസിപ്പിച്ച് മുന്നോട്ട് പോകും. അല്ല, അതിന് നിങ്ങൾ രണ്ടുപേരും ഒരേ മനസ്സുണ്ടായിരുന്നോ? വ്യത്യസ്തരായിരുന്നോ? വ്യത്യസ്തത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടന് ചെറിയ പേടിയൊക്കെ തോന്നിയിരുന്നു. അപ്പൊ ഞാൻ ചേട്ടൻ പേടി ശീലമായിട്ടുള്ള ആളാണോ? എങ്ങനെ? പേടി ശീലമായിട്ടുള്ള ആളാണോ? പേടി എന്ന് പറഞ്ഞാലേ ചെറിയ കാര്യം പോലും പേടിക്കുന്നതല്ല. ഒരു പ്രാവശ്യം വീണതിന്റെ പേരിൽ പേടിയല്ല. ഏതാ അന്നത്തെ എന്റെ അവസ്ഥ ആ സ്ഥിതിയിലായിരുന്നു. അന്ന് ഡോക്ടേഴ്സ് അല്ല, അതൊരു പ്രത്യേക ഇൻസിഡന്റ് ആണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം അതല്ല. നമ്മൾ പറയുന്നത് ഒരു വ്യക്തിയുടെ മാനസിക നില. അത് ഒരു പ്രാവശ്യത്തിന്റെ മാനസിക നിലയല്ല, സ്റ്റേബിളായി നിൽക്കുന്ന മാനസിക നില. അതുപോലെ തന്നെ മൂല്യങ്ങൾ, അതുപോലെ തന്നെ ശീലങ്ങൾ, പ്രതീക്ഷകൾ. ഇത് ഒറ്റ ഇൻസിഡന്റിലുള്ള വ്യത്യാസം അല്ല നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷെ ഇതൊരു ബേസിക്കായി നമ്മളിൽ കിടക്കുന്ന ഒരു വ്യത്യസ്തതയാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇത് നല്ല കാര്യം തന്നെയാണ്, പക്ഷെ വേറൊരു അർത്ഥത്തിലാണ്, നമ്മൾ പറഞ്ഞ അർത്ഥത്തിലല്ല. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഞങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. എന്ത് കാര്യത്തിൽ വ്യത്യാസമുള്ളത്? കാര്യങ്ങള് എനിക്ക് ഒരു ജോലിയോ അല്ലെങ്കിൽ ഒരു പുതിയതായി എന്തെങ്കിലും ഒരു പ്രവർത്തനം തുടങ്ങുന്നതിന് എനിക്ക് ഭയമില്ല. ചേട്ടൻ അതിനല്ല. അത് കുറെ ആലോചിക്കും. സക്സസ് ആവുമോ എന്നുള്ളൊരു ഭയം കൂടി ഉണ്ട്. അപ്പൊ ഞാനത് ചേട്ടനോട് പറയും, ചേട്ടാ സ്ട്രോങ് ആയി നിന്നുകൊണ്ടേ പറയും, ഫെയിൽ ആവണമെങ്കിൽ ആവട്ടെ, നമുക്ക് നമ്മൾ പ്രവർത്തിക്കാത്തതിന്റെ പേരിൽ നമ്മൾ പരാജയപ്പെട്ട് പോകരുതെന്ന് പറയും. അതെ, അപ്പൊ ചേട്ടൻ ഭയങ്കര ഒരു ബലം പോലെയാണ് ആ സമയത്ത്. ഇതിനാകുമ്പോ പേരാണ് പൂരകത്വം എന്ന് പറയുന്നത്. ശരിക്കും വ്യത്യസ്തരായാലും ഇങ്ങനെ പൂരകങ്ങളാവാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇങ്ങനെ വ്യത്യസ്തരാകുന്നതാണ് ഗുണം എന്താ? നമ്മൾ കുറച്ചും കൂടി ബാലൻസ്ഡ് ആയിരിക്കും, കോഷ്യസ് ആയിരിക്കും. അപ്പൊ രണ്ടുപേരും ഒരുപോലെ എന്താ പറയുക, ഭയങ്കര ആത്മവിശ്വാസമുള്ളവരാണെങ്കിൽ ചിലപ്പോൾ വല്ല അബദ്ധവും പറ്റും. പക്ഷെ ഒരാൾക്ക് കുറച്ച് കൺസേൺ ഉണ്ട്, കുറച്ച് ഉത്കണ്ഠയുണ്ട്, മറ്റേ ആൾക്ക് അത്രയില്ല. അങ്ങനെ വരുമ്പോൾ രണ്ടും തമ്മിൽ ബാലൻസ് ചെയ്യും. ഇതിനെ പറയുന്ന പേരാണ് പൂരകം എന്ന് പറയുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരനുഭവങ്ങളില്ല എന്ന് ഓർത്തിട്ട് അപ്പൊ തന്നെ നിങ്ങൾക്ക് ഇത് സെലിബ്രേറ്റ് ചെയ്യാനുള്ള വഴിയായി, വ്യത്യസ്തതകൾ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ഞാൻ എല്ലാവരും ചോദിക്കുന്നില്ല, പക്ഷെ കിട്ടിയില്ല, നിങ്ങളുടെ മനസ്സിൽ സാധനം വന്നില്ലേ പൂരകങ്ങളായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ? ഓക്കെ, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ടെക്നിക്ക്. ഓക്കെ, ഇനി മൂന്നാമത്തത്, യഥാർത്ഥത്തിൽ ശരിക്കും ഈ വ്യത്യസ്തരാണെന്ന് നമുക്ക് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ പങ്കാളി വലിയൊരു പ്രശ്നമാണെന്ന് നമുക്ക് തോന്നുന്നു. അത് ആരോഗ്യകരമല്ല. അതുകൊണ്ട് പ്രശ്നം പങ്കാളിയല്ല, പങ്കാളിയുടെ ഒരു വ്യത്യസ്തതയാണ് പ്രശ്നം. ഇങ്ങനെ ഒന്ന് വേർതിരിക്കണം. ഇപ്പൊ എനിക്ക് വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എൻ്റെ ജീവിത പങ്കാളിക്ക് വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതാണ് വ്യത്യാസം എന്ന് കരുതുക. എൻ്റെ പങ്കാളിക്ക് വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നതാണ് പ്രശ്നം, എൻ്റെ പങ്കാളി പ്രശ്നമല്ല. അവൾക്ക് ആ കാര്യം വേഗത്തിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോ ശരിക്കും ഈ
പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏതാണ്? വ്യത്യസ്തതയാണ്, അല്ലാതെ വ്യക്തിയല്ല. ഇത് നമ്മൾ വേർതിരിക്കണം കേട്ടോ. വ്യക്തിയെയും വ്യത്യസ്തതയെയും നമ്മൾ വേർതിരിക്കണം. നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് നിങ്ങൾ ഓർക്കണം, വ്യത്യസ്തരായതുകൊണ്ട് വ്യക്തി ഭീഷണിയല്ല. അതുകൊണ്ട് വ്യക്തിയല്ല നമ്മളൊരു പ്രശ്നമായിട്ട് കാണേണ്ടത്, മറിച്ച് ആ വ്യത്യസ്തതയെയാണ് നമ്മൾ പ്രശ്നമായിട്ട് കാണേണ്ടത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ രണ്ടുപേരും ഒറ്റക്കെട്ടായിട്ട് ആ പ്രശ്നത്തെ അതിജീവിക്കും. ഓക്കെ. ഇപ്പൊ നേരത്തെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഷെയറിങ്ങിനകത്ത് ഒരാൾ പറഞ്ഞ് സൂചിപ്പിച്ച കാര്യം അതാണ്. ഞാൻ കേട്ടതിന്റെ വെളിച്ചത്തിൽ ഞാൻ ചിന്തിക്കുന്ന അതാണ്. അതായത് ഇപ്പോ ജോലിക്ക് പോകുമ്പോൾ രണ്ടുപേരും ജോലിക്ക് പോകുമ്പോൾ വീട്ടിലെ പണികൾ തീരുന്നില്ല. കാരണം ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ജോലികൾ ചെയ്യുമ്പോൾ ഒത്തിരി വേഗതക്കുറവുണ്ട്. അപ്പൊ അത് വേഗതക്കുറവ് ഒരു പ്രശ്നമാണ്. പക്ഷെ അത് ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ പ്രശ്നമായിട്ടല്ല, നമ്മൾ രണ്ടുപേരും കൂടി നേരിടുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടി ഒറ്റക്കെട്ടായി നിന്നിട്ട് ആ പ്രശ്നത്തെ നമ്മൾ അഡ്രസ് ചെയ്യാം. ഓക്കെ. അപ്പൊ വ്യത്യസ്തതകൾ ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ ഒരാളുടെ മാത്രമായി നമ്മൾ കാണുന്നില്ല, അത് രണ്ടുപേരുടെയും കൂടിയാണ്. സോ സ്റ്റാൻഡിങ് യുണൈറ്റഡ്, നമ്മൾ ഒരുമിച്ച് നിന്നിട്ട് അതിനെ നേരിടുന്നു. അപ്പൊ ചിലപ്പോൾ ഇച്ചിരി കഴിവുള്ള ഒരാളാണെങ്കിൽ കുറച്ചുകൂടി സപ്പോർട്ട് ചെയ്ത് കൊടുക്കും, മറ്റേ ആൾ ചിലപ്പോൾ അതനുസരിച്ച് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ ബന്ധങ്ങൾ കുറച്ചും കൂടി നന്നാവും. അപ്പൊ പ്രശ്നത്തെ നമ്മൾ വേർതിരിക്കുന്ന വ്യക്തിയിൽ നിന്ന്. ഓക്കെ. അപ്പോൾ എന്നെ പോലെ വേഗതയില്ലാത്ത വ്യക്തി പ്രശ്നമാണെന്ന് നമ്മൾ ചിന്തിക്കാതെ, വേഗതയില്ലാത്ത അവസ്ഥ ഒരു പ്രശ്നമാണ്, അതിന് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് നിന്നിട്ട് അഡ്രസ് ചെയ്യാം. പലപ്പോഴും നമ്മൾ ഈ കാര്യങ്ങളെ മോറൽ കാറ്റഗറീസിലാണ് കാണുന്നത്. ഒരാള് ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ വന്നില്ലെങ്കിൽ അയാൾ എന്തോ കുറവുണ്ട്, അയാൾക്ക് എന്തോ കുറവുണ്ടെന്ന്, അങ്ങനെ അയാൾ ശരിയല്ല. ഈ ചിന്തയാണ് നമുക്ക് വരുന്നത്. കാരണം നമ്മൾ ഈ ധാർമ്മിക വ്യവസ്ഥയിലെ ചിന്തിക്കുന്നത്, ശരി തെറ്റിന്റെ മാനദണ്ഡത്തിലാണ് ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. അവർ വളർന്നു വന്ന സാഹചര്യം വ്യത്യസ്തമാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു വ്യത്യസ്തത ഉണ്ട്. ആ വ്യത്യസ്തത നമുക്ക് ഒരുമിച്ച് പരിഹരിക്കാമെന്ന്. ഓക്കെ. അതാണ് നമുക്ക് മൂന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം. ശരിക്കും അങ്ങനെ ഒരുമിച്ച് പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നത്തെ നിങ്ങളൊന്ന് സംസാര വിഷയമാക്കാം. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ, ഇതിന്റെ പ്രായോഗിക ഭാഷയിൽ നിങ്ങൾ രണ്ടുപേരും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ ഇടയിൽ രൂപപ്പെടുന്ന ഒരു വ്യത്യാസം, ആ വ്യത്യാസത്തെ ചിലപ്പോൾ ഒരു പ്രശ്നമായി കണ്ടുപോകുന്ന അവസ്ഥയുണ്ട്. അത് നമുക്ക് ഒരുമിച്ച് നിന്നിട്ട് അഡ്രസ്സ് ചെയ്താലോ എന്ന് പരസ്പരം ഒന്ന് സംസാരിച്ച് നോക്കിയാൽ രണ്ടുപേരും തമ്മിൽ. നിങ്ങളുടെ ഇടയിൽ കണ്ടുവരുന്ന ഒരു വ്യത്യാസം, അതൊരു വ്യക്തിയുടേതല്ല, നമുക്ക് ഒരുമിച്ച് നേരിടേണ്ട ഒരു വെല്ലുവിളിയാണെന്ന് മാത്രം കണ്ട് അങ്ങനെ ഒന്ന് സംസാരിക്കാം രണ്ടുപേരും തമ്മിൽ. ഓക്കെ. അപ്പൊ ഇതാണ് മൂന്നാമത്തെ കാര്യം. വ്യക്തിയിൽ നിന്ന് വ്യത്യാസം വേർതിരിച്ചിട്ട് വ്യത്യാസമാണ് പ്രശ്നമെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ രണ്ടുപേരും ഒറ്റക്കെട്ടായിട്ട് നേരിടുമെന്ന തീരുമാനം. ഗുഡ്. ഫോർത്ത് വൺ, നാലാമത്തത്. നിങ്ങൾ ഓരോരുത്തരും വ്യത്യസ്തരാണ്. വ്യത്യസ്തരാണെങ്കിൽ അതിന്റെ പുറകിൽ ഒരു കഥയുണ്ട്, ഇല്ലേ? ഇപ്പൊ ചിലര് അമിത ഉത്കണ്ഠയുള്ളവരാണ്. ചിലപ്പോൾ അവർക്ക് ബാല്യകാലത്തിൽ അവർ വളർന്നു വന്ന സാഹചര്യത്തിൽ വളരെ ഉത്കണ്ഠാജനകമായ സാഹചര്യം ഉണ്ടാകും. കാരണം വീട്ടിൽ കടബാധ്യതയായിരുന്നു, അപ്പൻ മദ്യപാനിയായിരുന്നു, എന്നും വീട്ടിൽ അസ്വസ്ഥയാണ്. തിരിച്ച് സന്തോഷകരമായി കഴിഞ്ഞ നാളുകളൊക്കെ വളരെ കുറവാണ്. നമുക്ക് എല്ലാവർക്കും ഒരു കഥയില്ലേ പറയാനേ, നമുക്ക് എല്ലാവർക്കും ഒരു ചരിത്രമില്ലേ പറയാനേ. നമ്മുടെ എല്ലാവരുടെയും വ്യത്യാസത്തിന്റെ പുറകിൽ ചില കാരണങ്ങളുണ്ട്. ശരിക്കും ഭാര്യ ഭർത്തൃ ബന്ധം വ്യത്യസ്തതകൾ ആഘോഷമാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കഥ തുറന്നു പറയാം. വൈ ഐ ആം ഡിഫറെന്റ്. അത് തുറന്നു പറയുമ്പോൾ മറ്റേ ആൾ കേൾക്കുകയും ചെയ്യുക, മുൻവിധി കൂടാതെ. ചിലപ്പോൾ നമ്മൾ ഈ വ്യത്യസ്തത വരുമ്പോഴേ നമ്മൾ എടുക്കുന്ന ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത്, നിന്നെ പറഞ്ഞിട്ടെന്താ കാര്യം, നിന്റെ തള്ള ശരിയല്ലല്ലോ, എങ്ങനെയുണ്ട് കുത്തം തൊട്ടിട്ട് കുത്താണ് നമ്മളെ. പ്രശ്നം രൂക്ഷമാണ്. അതിന് പകരം എൻ്റെ ജീവിത പങ്കാളിക്ക് ചിലപ്പോൾ ഉത്തരവാദിത്വ ബോധക്കുറവുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടത്ര പോലെ ഒരു വൃത്തിയായി കാര്യങ്ങൾ ചെയ്യാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അതിനെ വളരെ വൈകി എഴുന്നേൽക്കും. ഹിസ്റ്ററി, റീസൺ, ചിലപ്പോൾ ഈവൻ ഫിസിയോളജിക്കൽ റീസൺ പോലും ഉണ്ടാവാം. നിങ്ങൾക്കറിയാലോ, വേണ്ടത്ര ഡോപാമിൻ ഹൈക്ക് ഇല്ലാതെ വന്നാൽ ഒരാൾക്കൊരു ഉന്മേഷം ഉണ്ടാവില്ല. അപ്പൊ അയാളുടെ മാനസിക നില എപ്പോഴും ഒരു മൂടിയായിട്ടിരിക്കും, ഒരു വിഷാദമുള്ളതായിരിക്കും.
തൈറോയിഡ് ഫംഗ്ഷൻ പ്രോബ്ലം ഉണ്ടെങ്കിൽ വരും. ഈ ടെമ്പറമെന്റ് ഫ്ലക്ച്വേഷൻ വരും. ഇമോഷൻസ് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമ്മുടെ വ്യത്യാസങ്ങളുടെ പുറകിലുള്ള കാരണങ്ങളെ നമ്മൾ തുറന്നു പറയുകയും അത് കേൾക്കുകയും ചെയ്യും. അതാണ് 4ാമത്തെ കാര്യം. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം ഒരുമിച്ച് പങ്കുവെക്കുന്ന ഒരു അനുഭവം. വൈ ഐ ആം ഡിഫറെൻറ്റ്. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചോദിക്കുകയും ചെയ്യാം. ഇങ്ങനെ ഒരു ഇതിനകത്തേക്ക് വരാൻ്റെ ഒരു പക്ഷേ അവർക്ക് കാരണമായി തീർന്ന ചില അനുഭവങ്ങൾ, അവരുടെ ലൈഫിലുണ്ടായ ചില സംഭവങ്ങൾ, അതാണ് നമുക്ക് പറയേണ്ട 4ാമത്തെ കാര്യം. ദെൻ 5ാമത്തെ കാര്യം, പൊതുവെ നമ്മൾ വ്യത്യസ്തമാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എടുക്കുന്ന ടെക്നിക്ക് എന്താണെന്നറിയാമോ? മാറേണ്ടത് ആരാണ്? ഈ കുറവുണ്ടെന്ന് തോന്നുന്ന ആളായിരിക്കും മാറണമെന്ന് നമ്മൾ പറഞ്ഞത്. അങ്ങനെ ഒരാളെ മാത്രം മാറ്റാൻ ശ്രമിക്കരുത്. നമുക്ക് 2 പേർക്കും മാറാമെന്ന്. അതെങ്ങനെ? ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു കുറവുണ്ട്. കുറവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗത കുറവാണ്. ഞാൻ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ചെയ്യും. പക്ഷെ എൻ്റെ ഭാര്യ ഒരു കാര്യം ചെയ്തു വരുമ്പോൾ വളരെ സ്ലോ. എനിക്ക് പലപ്പോഴും ദേഷ്യം വരാം. ഇതാണ് സംഭവം എന്ന് കരുതുക. നമുക്കിതിനകത്തൊരു മാറ്റം വരും. നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ? എൻ്റെ ഭാര്യ മാറട്ടെ എന്നാണ്. അല്ല, നമുക്ക് രണ്ടുപേരും കൂടി ഒരുമിച്ച് മാറിയാലോ? എന്താണ് ഈ ഒരുമിച്ചുള്ള മാറ്റം എന്ന് പറയുന്നത്? ഓക്കെ, എൻ്റെ ജീവിത പങ്കാളിക്ക് വേഗത കുറവാണ്. അതിപ്പോൾ നമ്മുടെ ഇതിനു മുമ്പുള്ള സ്റ്റെപ്പൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കണം കേട്ടോ. നമ്മൾ അതിനെ ശത്രുവായിട്ട് കാണുന്നില്ല, അല്ലെങ്കിൽ അതിനെ എന്താ പറയുക, വ്യക്തിയിൽ നിന്ന് വേർതിരിച്ച് കണ്ടിട്ട് നമ്മളതിനെ എന്താ പറയുക, അവരുടെ ആ ഹിസ്റ്ററിയോടുകൂടി മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് നമ്മളും കൂടി അതിനകത്ത് ചെറിയൊരു ചേഞ്ച്, മേ ബി സപ്പോർട്ടിങ് ഹർ, എൻ്റെ ഒരു ബിഹേവിയർ ചേഞ്ചാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ ഭാഗത്ത് ഒരു എൻകറേജ്മെൻറ്റ്, എൻ്റെ ഭാഗത്ത് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ഇറിറ്റേഷൻ കൂടാതുള്ളൊരു എൻകറേജ്മെൻറ്റ്. അവൾ ചിലപ്പോൾ ഒരു കാര്യം വളരെ ഭംഗിയായി ചെയ്തപ്പോൾ അതിനൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക, അങ്ങനെ റീഇൻഫോഴ്സ് ചെയ്യുക. അപ്പോൾ ഈ വ്യത്യസ്തതകളെ പരിഹരിക്കേണ്ടത് ഒരാളുടെ മാത്രം ഉത്തരവാദിത്തമാക്കാതെ 2 പേരുടേതുമാണെന്ന് നമ്മൾ മനസ്സിലോട് പറയാം. ഓക്കെ. പൊതുവെ നമ്മളിതിനെ ഏകപക്ഷീയമാക്കി മാറ്റിക്കളയാ ചെയ്യുന്നത്. നമ്മൾ നല്ല മധുരമായി സംസാരിക്കാൻ അറിയില്ല, മറ്റേ ആൾക്ക് അത്ര സ്വീറ്റ് അല്ല. ഒറ്റ വെട്ട് 2 കഷ്ണം. അപ്പോൾ ഇതിനകത്ത് മാറേണ്ട ആളാരാ? ഈ ഒറ്റ വെട്ട് 2 കഷ്ണം ആക്കുന്ന ആളല്ലേ? അല്ലാന്ന് നമ്മൾ 2 പേരും മാറുമെന്ന് നമ്മൾ ചില പെരുമാറ്റങ്ങളിൽ മാറ്റം വരും. സോ വി ടേക്ക് അപ്പ് ദ റെസ്പോൺസിബിലിറ്റി ടുഗദർ. അതാണ് നമുക്ക് ചെയ്യേണ്ട 5ാമത്തെ കാര്യം. 6ാമത്തത്, യഥാർത്ഥത്തിൽ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒരു വള്ളത്തിലിരുന്ന് 2 പേര് തുഴയുന്നത് പോലെയാണ് വിവാഹ ജീവിതം, അല്ലേ? തുഴയുന്ന രീതി വ്യത്യാസം ഉണ്ടാവില്ലല്ലോ. 2 പേർക്കും ഒരേ മസിൽ പവർ അല്ലല്ലോ. 2 പേർക്കും ഒരേ എന്താ പറയുക, ആരോഗ്യമല്ലല്ലോ, ഒരേ ശീലമല്ലല്ലോ. അതുകൊണ്ട് തുഴയുന്നതും അതൊക്കെ പിടിക്കുന്നില്ലേ, അതൊക്കെ പിടിക്കുന്ന രീതിയിലൊക്കെ വ്യത്യാസം ഉണ്ടാവുന്നു. അതുകൊണ്ട് പ്രശ്നമുണ്ടോ? പ്രശ്നമില്ല. പ്രശ്നമില്ല. അത് തന്നെ എപ്പോഴാണെന്ന് അറിയാമോ? 2 പേരും തുഴയുന്നത് ഒരേ ദിക്കിലേക്കാണ്. അപ്പോൾ ശരിക്കും വ്യത്യസ്തതകളെ നമുക്ക് ആഘോഷമാക്കി മാറണമെന്നുണ്ടെങ്കിൽ 2 പേർക്കും പൊതുവായ ദർശനം വേണം. പൊതുവായ ദർശനം എന്ന് നമ്മൾ പറയുമ്പോൾ പൊതുവായൊരു ലക്ഷ്യം, നമ്മൾ കഴിഞ്ഞ തവണ ചർച്ച ചെയ്തതിൻ്റെ പോലെ തന്നെ പൊതുവായ മൂല്യങ്ങൾ വേണം. ആ പൊതുവിൽ നിന്നിട്ടാണ് നമ്മൾ ഈ വ്യത്യസ്തതകളെ സംബന്ധിക്കുന്നത്. മനസ്സിലാവുന്നില്ല? അതായത് ഫണ്ടമെന്റലായ കാര്യമാണ് ഡിറക്ഷൻ. നമ്മൾ എവിടേക്കാണ് യാത്ര, അത് ഫണ്ടമെന്റലാണ്. പക്ഷെ ആ യാത്രയിൽ നമ്മൾ ഏത് ഡ്രസ്സ് ധരിക്കുന്നു അതത്ര ഫണ്ടമെന്റൽ അല്ല, അതത്ര അടിസ്ഥാനപരമായ കാര്യമല്ല. അല്ലേ? ശരിയല്ലേ? നമ്മൾ യാത്ര ദിക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ ആ ദിക്കിൽ പോകുമ്പോൾ നമ്മൾ എടുക്കുന്ന പ്ലാനിങ് അല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ അത് അത്ര പ്രധാനപ്പെട്ടതല്ല. അതിനകത്ത് വ്യത്യാസം വന്നാലും പ്രശ്നമില്ല. പക്ഷെ ദിക്ക് മാറിയാൽ പണി പാടും. ഒരാൾ തെക്കോട്ട് പോകുമ്പോൾ മറ്റൊരു വടക്കോട്ട് പോയാൽ എവിടെ ചെന്നെത്തും? ഭൂമി ഉള്ളതായതുകൊണ്ട് എവിടെ ചെന്നെത്തുമായിരിക്കല്ലേ?
അങ്ങനെ ഭൂമി ഉരുണ്ടെന്ന് പറഞ്ഞ് തെക്കോട്ടും വടക്കോട്ടും നടക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ വിവാഹ ജീവിതം ശോഭനമാവില്ല. വിവാഹ ജീവിതം ശോഭനമാവണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പൊതു ദർശനം വേണം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിവാഹം ചെയ്ത് എന്തിനാണ്? കൃത്യമായ ഒരു നിർവചനം നിങ്ങളുടെ മനസ്സിലില്ല. നമ്മുടെ പല ദമ്പതികളുടെ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും അസ്വസ്ഥ ഉണ്ടാവും. നമുക്കൊരു ദീർഘവീക്ഷണം നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. ആ കാര്യമില്ല. രണ്ടുപേരും ഒരുപോലെ ഷെയർ ചെയ്യുന്ന ദീർഘവീക്ഷണം. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ദമ്പതികൾക്ക് പറയാൻ പറ്റുമോ, ഞങ്ങൾ രണ്ടുപേർക്കും ഒരേ മനസ്സാണ്. എന്തിനാണെന്നറിയാമോ? ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചത് സുവിശേഷ വേല ചെയ്യാനാണ്. ഡു യു ഷെയർ ദ സെയിം വിഷൻ? ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചത് ഈ ഭൂമിയിൽ കർത്താവിന്റെ സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു ലക്ഷ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഉണ്ടല്ലോ, വ്യത്യസ്തതകളെ ആ ലക്ഷ്യത്തെ ബേസ് ചെയ്തിട്ട്, ആ കോമൺ ആയ കാര്യത്തെ ബേസ് ചെയ്തിട്ട് നമുക്ക് പരിഹരിക്കണം, ആഘോഷമാക്കി മാറ്റണം. അതില്ല എങ്കിൽ നമ്മൾ ഈ ചെറിയ വ്യത്യാസങ്ങളെ പ്രതി വഴക്ക് തോന്നും. അപ്പൊ നമുക്ക് ആറാമതായിട്ട് ചെയ്യേണ്ട കാര്യം, ഫോർമുലേറ്റ് എ കോമൺ വിഷൻ അബൌട്ട് മാരേജ്. വിവാഹത്തെ കുറിച്ചൊരു പൊതു ദർശനം രൂപീകരിക്കും. ഇനി ഏഴാമത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, രണ്ടുപേരും തമ്മിൽ നല്ല വിശ്വാസികളാണെങ്കിൽ പ്രാർത്ഥനയിൽ ഉണ്ടാകുന്ന ഒരു ഐക്യം, അത് നിങ്ങളുടെ വ്യത്യസ്തതകളെ സമന്വയിപ്പിക്കാൻ നല്ല ബലമാണ്. എന്തൊക്കെ കാര്യത്തിൽ വ്യത്യാസം ശരി, പ്രാർത്ഥനയിൽ നല്ല ബോധ്യം ഉണ്ടെന്നും, പ്രാർത്ഥനയിൽ ഞങ്ങൾ രണ്ടുപേരും കരം ഒരുമിച്ച് പിടിക്കുന്നതാണ്. ഞങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്, പക്ഷെ ഞങ്ങൾ പ്രാർത്ഥനയിൽ ദൈവവുമായുള്ള ഐക്യത്തിൽ ഞങ്ങൾ ഒരു മനസ്സാണ്, ഒന്നാണ്. കർത്താവിന്റെ സുവിശേഷം ഞങ്ങൾ രണ്ടുപേരും കരം വെച്ചതാണ്. ആ സുവിശേഷം പാലിക്കുന്നതിൽ ഞങ്ങൾ ഒരേ മനസ്സാണ്. അത് വളരെ പ്രധാനമായ കാര്യം. പ്രാർത്ഥനയിലുള്ള ഐക്യം നമ്മുടെ വ്യത്യസ്തതകളെ ഒരു ആഘോഷമാക്കി മാറ്റാൻ നമ്മൾ വളരെയേറെ സഹായിക്കും. ഇപ്പൊ 7 കാര്യങ്ങൾ കിട്ടിയില്ല. ഏതൊക്കെയാണെന്ന് ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാമോ? പങ്കാളി ഒരു വ്യത്യസ്തത ഉണ്ടെങ്കിൽ അവർ നമ്മുടെ ഒരു ശത്രു അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, വ്യത്യസ്തരായിരിക്കുന്നത് സ്വാഭാവികമായ ഒരു കാര്യമാണെന്ന് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കണം. ദാറ്റ് ഇസ് നാച്ചുറൽ അല്ലേ? ഓക്കെ, രണ്ടാമത്തത് പരസ്പരം പൂരകങ്ങളായിരിക്കണം. പരസ്പര പൂരകങ്ങളായിരിക്കണം. അതായത് നമ്മുടെ ഒരാളുടെ കുറവ് മറ്റൊരാളുടെ നിറവാണ്, അല്ലേ? അതെ. എൻ്റെ ജീവിത പങ്കാളിയുടെ കുറവിനെ എൻ്റെ നിറവോട് നികത്താൻ പറ്റും. അങ്ങനെ നികത്തിയാണ് അനുഭവങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ പൂരകങ്ങളാണ്. ഓക്കെ, ദെൻ മൂന്നാമത്തത്, പങ്കാളി അല്ല പ്രശ്നം, പിന്നെ ആരാ പ്രശ്നം? വ്യത്യസ്തതയാണ് പ്രശ്നം എന്ന് തിരിച്ചറിയുന്നതാണ് നമ്മൾ മൂന്നാമത് പറഞ്ഞത്. നമ്മുടെ വ്യത്യസ്തത ഒരു പ്രശ്നമാണ്, പക്ഷെ പങ്കാളിയെ നമ്മൾ പ്രശ്നമായിട്ട് കാണാൻ, നമ്മൾ ഒരുമിച്ച് നിന്ന് അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. അങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന ഒരവസ്ഥ, അതാണ് മൂന്നാമത് പറഞ്ഞത്. നാലാമത്തെ എന്തായിരുന്നു? നമ്മുടെ കുറവുകള് എന്താണ്, നമുക്ക് എന്തൊക്കെയാണ് ഇഷ്യൂ എന്നുള്ളത്, അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ളത്. അതിന്റെ കാരണങ്ങൾ. അതെ, നമ്മൾ വ്യത്യസ്തരാണ്. ആ വ്യത്യസ്തതയിലേക്ക് നമ്മൾ നയിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്, ഒരു ഹിസ്റ്ററി ഉണ്ട്, ഒരു കഥയുണ്ട്. ആ കഥ തുറന്ന് പങ്കുവെക്കുന്നത് വ്യത്യസ്തതകളെ ആഘോഷമാക്കി മാറ്റാനായിട്ട് വളരെ നല്ലതാണ്. ഓക്കെ, അഞ്ചാമത്തെ എന്തായിരുന്നു? ഒരാൾ മാത്രം അഡ്ജസ്റ്റ് ചെയ്യാതെ രണ്ടുപേരും മാറ്റം വരുത്തുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. രണ്ടുപേരും കൂടി കൂടിച്ചേർന്നാൽ മാത്രമേ പുതിയൊരു ഇതുണ്ടാവുള്ളൂ. എങ്ങനെ? പുതുമ ഉണ്ടാവണമെങ്കിൽ രണ്ടും കൂടിച്ചേർന്നാലേ പുതുമ ഉണ്ടാവുള്ളൂ. അതെ, രണ്ടുപേരും കൂടിച്ചേർന്നാലാണ് പുതുമ ഉണ്ടാവുന്നത്. അതിനകത്ത് ഈ മാറ്റം ഒരാളിലേക്ക് നമ്മൾ ഒതുക്കരുത്. ഒരു വ്യത്യസ്തതയെ പരിഹരിക്കാനായിട്ട് മാറ്റം കുറവുള്ള ഒരാൾ നിർത്തട്ടെ, അല്ലെങ്കിൽ രണ്ടുപേരിലും മാറ്റം വരണം. രണ്ടുപേരിലും മാറ്റം വരണം. അങ്ങനെ നമ്മുടെ മനസ്സിനെ നമ്മൾ ഫെയിൽ ചെയ്യാം. ആറാമത്തെ കാര്യം, പൊതുവായ ഒരു ദർശനം നമുക്ക് വിഷൻ. രണ്ടുപേരും ചില കാര്യങ്ങളിൽ ഒരേ മനസ്സാണ്. അത് ഫണ്ടമെന്റലായ കാര്യങ്ങൾ, അടിസ്ഥാന കാര്യങ്ങൾ, ലക്ഷ്യം കുറയ്ക്കാം. അങ്ങനെയാണെങ്കിൽ ഏത് വ്യത്യസ്തതകളെയും നമുക്ക് ഉന്നയിപ്പിക്കാൻ പറ്റും. പല കുടുംബങ്ങളും തകർന്നു പോകുന്നത് ഈ വ്യത്യസ്തങ്ങളുടെ പേരില്ല. ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല അവർ പെരുമാറും. അതല്ലേ, അതല്ല അടിസ്ഥാനം അതാണല്ലോ. പക്ഷെ ചോദ്യം ഇതാണ്, എന്തിനാണ് കല്യാണം കഴിച്ചത്?
അതിനെക്കുറിച്ച് ബോധമുണ്ടോ? അതിനെക്കുറിച്ച് ചർച്ചയില്ല. അത് പലരും മനസ്സിലായില്ല. എന്നിട്ടാണ് പ്രതീക്ഷിച്ചത് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടിക്കുന്നത്. അതുകൊണ്ട് ഒരു പൊതു ദർശനം നമ്മൾ രൂപപ്പെടുത്തിയെടുക്കും. അത് രണ്ടുപേരോട് ഇരുന്ന് സംസാരിച്ച് ഡയലോഗിലൂടെ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കേണ്ട ഒരു കാര്യമാണത്. രണ്ടുപേർക്കും ഒരേ മനസ്സ്. ഓക്കെ. അവസാനത്തെ നമ്മൾ പറഞ്ഞത് നല്ലൊരു പ്രാർത്ഥന ഉള്ള ചൈതന്യം. രണ്ടുപേരും ഒരേ സുവിശേഷത്തിൽ കരം വെച്ച് വിവാഹ ജീവിതം ആരംഭിച്ചതാണ് കൂടാശയം. പ്രാർത്ഥനയുടെ ഐക്യം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ബന്ധങ്ങളെ പരിഹരിക്കും. ടോബിസിന്റെ പുസ്തകം നമ്മൾ വായിക്കുന്നില്ല. ടോബിയാസ് സാറായി കല്യാണം കഴിച്ചിട്ട് നല്ല വ്യത്യസ്തരായി അല്ലേ? ഒരാൾക്ക് നല്ല പിശാചുബാധ ഉണ്ടായി, മറ്റേ ആൾക്കാണെങ്കിൽ നല്ല വിശുദ്ധി ഉണ്ടായി. ആ വിശുദ്ധിയും പിശാചുബാധയും കൂടി ഒരുമിച്ച് കൂടിയപ്പോൾ എന്തായി? പിശാച് പുറത്തു. അത് പ്രോപ്പറായി പരിഹരിച്ചില്ലെങ്കിലോ ചിലപ്പോൾ വിശുദ്ധി ഔട്ടായി പോകും. അങ്ങനെയുണ്ട്. പ്രാർത്ഥനയുടെ ബലം വേണം. നിങ്ങൾ കേട്ടിട്ടില്ലേ, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം. ശരിയല്ലേ? പക്ഷേ ഇപ്പോഴത്തെ പുതിയ തലമുറ പറയുന്നത് അങ്ങനെ കല്ലിന് സൗരഭ്യം ഉണ്ടാവുന്ന യാതൊരു നിർബന്ധമില്ല. മുല്ലപ്പൂവരികത്ത് നടക്കുന്നു. കാരണം എന്താ? ചിലപ്പോൾ ഈ കല്ലിന്റെ ദുർഗുണാവസ്ഥ മുല്ലപ്പൂവിന്റെ സുഗന്ധാവസ്ഥയേക്കാൾ ശക്തമാണെങ്കിൽ തിരിച്ചടിക്കും. ഈ മുല്ലപ്പൂവിന്റെ സുഗന്ധം പോകുന്നു. അങ്ങനെ പോയേക്കണ കുറെ മനുഷ്യരുടെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ കല്യാണം കഴിച്ചപ്പോൾ തങ്കപ്പെട്ട സ്ത്രീയാണെന്ന് അറിയാമോ? ഈ മനുഷ്യൻ്റെ കൂടെ കൂടി ജീവിതകാലം മുഴുവൻ ഈ ടെൻഷൻ അനുഭവിച്ച് ഞാനിപ്പോൾ പരാതി എല്ലാവരും അസ്വസ്ഥതയുടെ ഉടമയായിട്ട് മാറി. സോ എവിടെ പോയി സുഗന്ധം? കല്ലിന്റെ ദുർഗന്ധത്തിൽ അടിച്ചു തകർന്നു. അതിനാണ് നമ്മൾ പറയുന്നത് പ്രാർത്ഥനയുടെ വലിയ ബലമാണ്. രണ്ടുപേരും കൂടി ഈ പ്രാർത്ഥിക്കാൻ കാണിക്കുന്ന ഒരു മനസ്സ് എന്ത് വ്യത്യസ്തതകളുണ്ടെങ്കിലും ശരി തമ്പുരാൻ യോജിക്കും. പ്രൊവൈഡ് ദേ ആർ യുണൈറ്റഡ് ഇൻ പ്രയർ. അത് നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒരു ചെയ്യും. ഓക്കെ. നമ്മൾ 7 കാര്യങ്ങളുണ്ട്. നമുക്ക് അടുത്ത മാസം നമുക്ക് എന്താ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത്? ഈ 7 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. എന്തായിരിക്കും പറ്റുന്നത്? നമ്മുടെ ബുക്കിനകത്ത് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ജീവിത പങ്കാളിയിൽ പ്രകടമാകുന്നതും താങ്കളുടെ മനസ്സിനെ അലട്ടുന്നതുമായ വ്യത്യാസങ്ങൾ കണ്ടെത്തി അവയെ വളർച്ചയ്ക്ക് ഉതകുന്നതാക്കാൻ ശ്രമിക്കുക. അതാണ് നമ്മൾ ഈ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു കാര്യം. പക്ഷെ നമുക്ക് അതിനെ കുറച്ചും കൂടി ഒന്ന് കോൺക്രീറ്റൈസ് ചെയ്യാം. നമുക്ക് എന്തായിരിക്കും ചെയ്യാൻ പറ്റുന്നത്? ഏതെങ്കിലും ഒരു വ്യത്യാസം കണ്ടെത്തുക. എന്നിട്ട് ആ വ്യത്യാസം കണ്ടെത്തിയിട്ട് ആ വ്യത്യാസത്തെ ഒരു പോസിറ്റീവായിട്ട്, ഐ മീൻ അതിനെ ഒരു എൻറിച്ചിങ് ആയിട്ട് രണ്ടുപേരും ഒരുപോലെ അഡ്രസ്സ് ചെയ്ത് അതിനെ കുറച്ചും കൂടി പരിഹരിക്കാൻ എന്ന് പറഞ്ഞാൽ അതിനെ മാനേജ് ചെയ്യാൻ കഴിയുന്ന ഒരു പരിശ്രമം. അതിന് നമ്മൾ പറഞ്ഞ പല ടിപ്സ് ഉണ്ട്. ഒരു വ്യത്യാസം. അപ്പോൾ നമ്മൾ അടുത്ത തവണ വരുമ്പോൾ ഷെയർ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ കണ്ടെത്തിയ ഒരു വ്യത്യാസം എന്നതായിരുന്നു. ആ വ്യത്യാസം പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ചില അസ്വസ്ഥത സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ക്ലാസിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾ നടത്തിയ ഇന്ന പരിശ്രമങ്ങൾ വഴി ഞങ്ങൾക്ക് അതിനെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് അഡ്രസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. സോ ഫൈൻഡ് ഔട്ട് ഡിഫറൻസ് ആൻഡ് രണ്ടുപേരോട് ഒരുമിച്ച് നിന്നിട്ട് അതിനെ അഡ്രസ് ചെയ്യാനായിട്ട് ഒരു ശ്രമം. ഏതാലോ? ഓക്കെ. അപ്പൊ ഈ നവംബർ മാസത്തേക്കാൾ ബെറ്റർ ആയിരിക്കും ഇനി ഡിസംബർ മാസം എന്ന് കരുതാല്ലേ? നമ്മുടെ ഈ ഗ്രേഷ്യസ് ട്രെയിനിങ് വന്നിട്ട് അടി കൂടുന്നില്ലല്ലോ. കുറച്ചും കൂടിയൊക്കെ ജീവിതം സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ലേ? അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഈ മാസം നമുക്ക് ഒരു പ്രത്യേകമായിട്ട് നമ്മുടെ വ്യത്യസ്തതകളെ ഐഡന്റിഫൈ ചെയ്തിട്ട് ഒരെണ്ണത്തെ തന്നെയെങ്കിലും നമുക്ക് ഒരുമിച്ച് നിന്ന് അഡ്രസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ 7 കാര്യങ്ങളെ ഒന്ന് മനസ്സിലിട്ട് ഒന്ന് ഇടയ്ക്കൊന്ന് പരസ്പരം ഒന്ന് ഓർമ്മപ്പെടുത്തി അത്തരത്തിലൊരു ശോഭനമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാനായിട്ട് പരിശ്രമിക്കാം. അപ്പൊ എല്ലാവർക്കും നല്ല ക്രിസ്മസിന് ഒരുക്കമായ നല്ലൊരു മാസവും ആശംസിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അതീവമായ സമ്മർദ്ദങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും മാനസികമായ നിങ്ങൾക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞതൊന്നും നടക്കില്ല കേട്ടോ. അങ്ങനെയുള്ളവർ നിങ്ങളൊരു എക്സ്പെർട്ടിന്റെ സഹായം തേടണം. ഒരു നല്ലൊരു കൗൺസിലർ അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിന്റെ സഹായം തേടണം. അത് നല്ലൊരു കാര്യമാണ്. പക്ഷെ അതർവൈസ് ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ശോഭനമായ ഒരു ആഘോഷം, വ്യത്യസ്തതകളുടെ സുന്ദരമായ ഒരു ആഘോഷം കെട്ടിപ്പണിയിക്കാനായിട്ട് രണ്ടുപേരും ഒരുപോലെ ആവണ്ടാന്ന് ചുരുക്കം. വ്യത്യസ്തരായി നിന്നിട്ട് തന്നെ നമുക്ക് വളരാനായിട്ട് സാധിക്കും. അതൊരു ആഘോഷമാക്കി മാറ്റാം. ഓക്കെ. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. കുടുംബത്തെ സ്ഥാപിച്ച കാരുണ്യവാനായ ദൈവമേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാനും
ആ വിശ്വാസം വഴി ഞങ്ങൾ പരസ്പരം ഐക്യപ്പെടുവാനും നീ ഇടവരുത്തിയല്ല. ദൈവത്തിന്റെ വലിയ സ്നേഹത്തിന് നന്ദി പറയുന്നു. വളരെ പ്രത്യേകമായിട്ട് ഞങ്ങൾ ഇപ്രകാരം ഒരു കുടുംബജീവിതത്തിലേക്ക് വിളിച്ചതും പരസ്പര സ്നേഹം ഞങ്ങളിൽ നിറയ്ക്കുന്നതും നല്ല ഉൾക്കാഴ്ചകൾ തന്ന് ഞങ്ങളെ വളർത്തുന്നതും ഞങ്ങൾ അങ്ങേക്ക് നന്ദി. നിന്റെ സ്നേഹം എത്രയോ ആനന്ദകരമാണ്. ഞങ്ങളത് അനുഭവിച്ചു. ഞങ്ങളുടെ വിവാഹ ജീവിതത്തിൽ ഞങ്ങളുടെ വ്യത്യസ്തതകളെ ഏറ്റവും സ്നേഹപൂർവ്വവും സന്തോഷപൂർവ്വവും സമന്വയിപ്പിക്കാനുള്ള വരം ഈ മാസം നീ ഞങ്ങൾ പ്രത്യേകം നൽകണം. പരിശുദ്ധാത്മാവിന് ഞങ്ങളുടെ മേൽ അയക്കണം. പക്ഷേ ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ചില കുറവുകളൊക്കെ വന്നു പോയി പരസ്പരം കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ചില കുറവുകളുടെ പേരിലൊക്കെ ചിലപ്പോൾ വലിയൊരു കുറ്റാരോപണമൊക്കെ നടത്തി. ചിലപ്പോൾ മാതാപിതാക്കളെ പോലും പഴി പറഞ്ഞു, സാഹചര്യങ്ങളെ പോലും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. നാഥ, ഞങ്ങളോട് ക്ഷമിക്കണം. നിന്റെ നാമത്തിന്റെ മഹത്വത്തിന് ഞങ്ങളുടെ കുടുംബജീവിതം വഴി അനേകർക്ക് നന്മയുണ്ടാകുവാനും ഞങ്ങളുടെ വ്യത്യസ്തതകളെ ആഘോഷമാക്കി മാറ്റുവാൻ വേണ്ട വരം നീ ഞങ്ങൾക്ക് ഈ മാസം പ്രത്യേകം നൽകണം. ഞങ്ങളുടെ കുടുംബജീവിതം നിന്റെ സ്നേഹത്തിൻ്റെ ഒരു നേർക്കാഴ്ചയായി മാറാം. നിന്റെ സുവിശേഷത്തിന്റെ വലിയൊരു പ്രകാശമായി മാറാം. കർത്താവിന്റെ വരുത്താം. ഞങ്ങളുടെ ഈ കൂട്ടായ്മ, ഈ പരിശീലനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഫാമിലി അപ്പോസ്റ്റൽ സെന്ററിന്, മിഷണറി കപ്പിൾസ് ഓഫ് ക്രൈസ്റ്റിന്, ഗ്രേസ് വ്യത്യസ്ത ദമ്പതികളിൽ എല്ലാവരെയും കർത്താവിനെ ആശീർവദിച്ച് അനുഗ്രഹിക്കണം. പരിശുദ്ധമേ മാതാവ് വിശുദ്ധ അവസ്ഥപ്പിതാവ് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ കർത്താവായി ചോദിച്ചാൽ കറിയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും നമ്മുടെ കുടുംബങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.